ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സർവേകൾ നടന്നിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, കേരള മാധ്യമങ്ങൾക്കിടയിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ നിന്ന് പോലും ഒരുപാട് സർവേകളും സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സർവേകളും പറയുന്നത് ഒന്ന് തന്നെയാണോ? അല്ല, തീർച്ചയായും എല്ലാ സർവേകളും പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായ വിജയ സാധ്യതകളുമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് സർവേ ഫലത്തെ വിശ്വസിക്കും? എന്തായിരിക്കാം യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനവിധി? ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സാഹചര്യത്തിൽ LDF തരംഗമായിരിക്കുമോ അതോ UDF തരംഗമായിരിക്കുമോ? ഇനി അതൊന്നുമല്ലെങ്കിൽ ആദ്യഘട്ട ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ 3 NDA സീറ്റിൽ വിജയ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 NDA സീറ്റുകൾ എന്നെല്ലാം പറയുന്ന സാഹചര്യത്തിൽ അത് വലിയ ഒരു മാറ്റം തന്നെയാണ്, ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായിരിക്കാം യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തെ കാത്തിരിക്കുന്നത്? പരിശോധിക്കാം. കേരള മാധ്യമങ്ങളെ മുൻനിർത്തിയുള്ള സർവേ ഫലങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൽ റിപ്പോർട്ടർ, 24, മനോരമ തുടങ്ങിയ മാധ്യമങ്ങൾ നടത്തിയ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനു മുൻപേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനോരമ നടത്തിയ ഒരു സർവേയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ കൂടി പരിശോധിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മനോരമ നടത്തിയ സർവേ പ്രകാരം ഒരു തൂക്ക് സഭയ്ക്കാണ് സാധ്യത എന്നായിരുന്നു പ്രവചനം. LDFന് കിട്ടുക പരമാവധി 73 സീറ്റ്. അത് 68 വരെ കുറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്നും മനോരമ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ LDFന് 99 സീറ്റുകൾ ലഭിച്ചു. എന്നാൽ അതേസമയം തന്നെ ആ സർവേയിൽ തോറ്റുപോയ 32 പേർ ഇപ്പോൾ 3 വർഷമായി നിയമസഭയിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അവരിൽ ചിലർ ഇപ്പോൾ മന്ത്രിമാർ കൂടിയാണ്. ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥിയായ MM മണി 40.7% വോട്ടും എതിർ സ്ഥാനാർത്ഥിയായ EM അഗസ്തിക്ക് 42% വോട്ടും കിട്ടുമെന്നായിരുന്നു യഥാർത്ഥത്തിൽ സർവേയിലെ പ്രവചനം. എന്നാൽ MM മണി ജയിച്ചത് 38,305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. മന്ത്രിമാരായ P രാജീവ്, MP രാജേഷ്, PA മുഹമ്മദ് റിയാസ്, R ബിന്ദു, V അബ്ദുറഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, KT ജലീൽ എന്നിവരൊക്കെ അന്ന് ഇതേ സർവേയിൽ തോറ്റവരാണ്. മാത്രമല്ല പൂഞ്ഞാറിൽ PC ജോർജിനെയും കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനെയും വിജയിച്ച ചരിത്രവും യഥാർത്ഥത്തിൽ സർവേകൾക്കുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്തു തന്നെയാണെങ്കിൽ സർവേ ഫലങ്ങളെല്ലാം തന്നെ അട്ടിമറിയാനുള്ള സാധ്യത ഏറെയാണെന്ന് ഇപ്പോഴത്തെ ഈ വിലയിരുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ചില ലോക്സഭാ മണ്ഡലങ്ങൾ ദേശീയ തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ചില ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ത്രികോണ മത്സരത്തിന് സാധ്യത ഏറെയാണ്. ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ LDFും UDFും ഇഞ്ചോടിഞ്ച് പോരാട്ടവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം പരിശോധിക്കാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ചകളിലെല്ലാം തന്നെ നിന്നിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ UDFിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും എല്ലാം ഒടുവിൽ K മുരളീധരനാണ്. എന്നാൽ NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ജനപ്രീതിയെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതെല്ലാം തന്നെ വോട്ടായി മാറാനുള്ള സാഹചര്യം ഏറെയാണ് എന്ന് വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ NDAയ്ക്കുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇനി LDFിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് CPIയുടെ ഭാഗത്തു നിന്നും VS സുനിൽകുമാറാണ്. അതുകൊണ്ട് തന്നെ മൂവരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നുള്ള സാധ്യത ഏറെയാണെന്നും അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണെന്നുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെ നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ ആര് വിജയിച്ചാലും അവിടെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് തൃശ്ശൂർ വ്യക്തമാക്കുന്നത്. ഇനി സർവേ ഫലങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. എന്നാൽ കേരളത്തിന് പുറമേ നിന്നുള്ള ഒരു ദേശീയ മാധ്യമം നടത്തിയ, അതായത് സീ വോട്ടർ പ്രീപോൾ സർവേയിൽ പറയുന്ന പ്രകാരം തൃശ്ശൂരിൽ NDAയ്ക്ക് വിജയ സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീ വോട്ടർ സർവേയിലെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ അവിടെ NDAയ്ക്ക് വിജയ പ്രതീക്ഷയുണ്ട് എന്നാണ്. ആ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു ദേശീയ മാധ്യമം നടത്തിയ സർവേയിൽ മറ്റ് 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ NDAയ്ക്ക് വിജയ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഒട്ടും തന്നെയില്ല എന്ന് ഇന്ത്യ TV നടത്തിയ സർവേയിലെല്ലാം തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമാർന്ന സർവേകളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് കേരള മാധ്യമങ്ങൾ നടത്തിയ സർവേ ഫലം പരിശോധിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും റിപ്പോർട്ടർ ചാനൽ നടത്തിയ സർവേ ഫലം പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്വന്തമാക്കുന്നത് 34.6% വോട്ടുകളാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമാക്കുന്നത് 31.9% വോട്ടുകളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP സ്വന്തമാക്കുന്നത് 33.5% വോട്ടുകളാണ്. ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ UDF സ്വന്തമാക്കുന്ന വോട്ടുകൾ
വോട്ടുകൾ 34.6% വോട്ടുകൾ. അതുകൊണ്ട് തന്നെ UDF ആണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുക എന്ന് റിപ്പോർട്ടർ സർവേ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതേസമയം തന്നെ 33.5% വോട്ടുകൾ നേടിക്കൊണ്ട് NDA, അതായത് സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്ന് പറയുന്നത്. LDF മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ്. 31.9% വോട്ടുകൾ മാത്രമാണ് LDFന് സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് സർവേകൾ എന്ന് തന്നെയാണെങ്കിലും റിപ്പോർട്ടറിന്റെ സർവേകൾ പറയുന്നത്. ഇനി അതേ സാഹചര്യത്തിൽ മറ്റ് സർവേകളെല്ലാം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള മനോരമയുടെ സർവേ പ്രകാരം പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം UDF സ്വന്തമാക്കാൻ സാധിക്കുന്നത് 36.5% വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. NDA സംബന്ധിച്ചിടത്തോളം 30.59%. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് 30.53%. അതായത് ഏതാനും 1-2 വോട്ടുകളെ മാത്രം വ്യത്യാസം മാത്രമാണ് NDAയും അതുപോലെ തന്നെ CPIയും തമ്മിലുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതായത് UDF തന്നെയാണ് അവിടെ മുന്നേറുക എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല 30.5% നേടിക്കൊണ്ട് തന്നെയാണ് NDA ആണെങ്കിലും LDF ആണെങ്കിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അതായത് NDA ആണോ LDF ആണോ രണ്ടാം സ്ഥാനത്ത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാനായിട്ട് മനോരമയുടെ സർവേക്ക് സാധിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ UDF തന്നെയാണ് വിജയിക്കുക എന്ന് മനോരമയുടെ സർവേ എടുത്തു പറയുന്നുണ്ട്. ഇനി അതേസമയം തന്നെ 24 നടത്തിയ സർവേ പരിശോധിക്കുകയാണെങ്കിൽ 35.9% വോട്ടുകളാണ് യഥാർത്ഥത്തിൽ സുനിൽകുമാർ സ്വന്തമാക്കുന്നത് എന്ന് പറയുന്നത്. അതായത് LDFന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് 35.9%. അതേസമയം തന്നെ K മുരളീധരനാണെങ്കിലും NDA ആണെങ്കിലും സ്വന്തമാക്കുന്നത് 31.5%. പക്ഷേ അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ആണെങ്കിലും മനോരമ ചാനലിൻ്റെ ആണെങ്കിൽ സർവേ ഫലങ്ങൾ വെച്ച് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ 24 ചാനൽ പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവിടെ LDFനാണ് വിജയസാധ്യത എന്നാണ്. പക്ഷേ അതേസമയം തന്നെ മറ്റ് 2 മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് അവിടെ K മുരളീധരൻ വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ അതേസമയം തന്നെ 24 പറയുന്നത് അവിടെ സുനിൽകുമാർ ജയിച്ചു വരാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് സർവേ ഫലങ്ങളൊന്നും തന്നെ എല്ലാതും പല രൂപത്തിൽ തന്നെയാണ് വരുന്നത്. കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്, LDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി അക്ഷീണം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മൂവരും കരുത്തരാണ് എന്ന് ഇതിൽ നിന്നും തെളിഞ്ഞിരിക്കുന്നു എന്നുകൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇതുപോലെ തന്നെ ദേശീയ തലത്തിലേറെ ശ്രദ്ധ നേടിയ മറ്റൊരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഒരർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ദിവസങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ അവിടെ ത്രികോണ മത്സരത്തിന് സാധ്യതയില്ല. പക്ഷേ NDA ആണെങ്കിലും UDF ആണെങ്കിലും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങുന്നത്. അവിടെ കരുത്തരായ 2 ദേശീയ ശ്രദ്ധയുള്ള ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട 2 നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ശശി തരൂരിന് ഇത്തവണയും 4ാം തവണയും വിജയിച്ചു വരുവാൻ സാധിക്കുമോ എന്നുള്ള വലിയൊരു ആശങ്ക യഥാർത്ഥത്തിൽ UDFനുണ്ട്. അതേസമയം തന്നെ NDAക്ക് ഇത്തവണ ഒരു സീറ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള വലിയൊരു പ്രതീക്ഷ NDAയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടും ശശി തരൂർ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ സ്വന്തമാക്കുന്നത് 40.7% വോട്ടുകളാണ് മനോരമ പറയുന്നു. അതേ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കുന്നത് 29.88%. പന്ന്യൻ രവീന്ദ്രൻ സ്വന്തമാക്കുന്നത് 28.37% എന്നാണ് മനോരമയുടെ സർവേ പറയുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ റിപ്പോർട്ടറിന്റെ സർവേയിലേക്ക് വരികയാണെങ്കിൽ UDF സ്വന്തമാക്കാൻ സാധിക്കുന്നത് 44.8%. LDFനെ സംബന്ധിച്ചിടത്തോളം 25.7%. BJPയെ സംബന്ധിച്ചിടത്തോളം 29.5%. ഈ സർവേ ഫലങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് UDF തന്നെയായിരിക്കാം ഇക്കുറി വിജയ സാധ്യത എന്ന് തന്നെയാണ്. വലിയൊരു ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ അതേ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം 2ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. 29.88% രാജീവ് ചന്ദ്രശേഖറിന് പറയുന്നതെങ്കിൽ, എന്നാൽ അതേ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് 29.5%. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നില അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏകദേശം തുല്യത തന്നെയാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ പന്ന്യൻ രവീന്ദ്രനിലേക്ക് വരുമ്പോൾ 28% എന്ന് മനോരമയും 25% എന്ന് റിപ്പോർട്ടർ ചാനലും പറഞ്ഞു വയ്ക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത് ആരാണ് എന്ന ചോദ്യം അവിടെ വീണ്ടും തർക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. 2 സർവേകളും പ്രഖ്യാപിക്കുന്നത് 2 തലത്തിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിജയപ്രതീക്ഷ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അടുത്തത് വടകര ലോക്സഭാ മണ്ഡലമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ LDFനുമുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ അത്ര കണ്ട് തന്നെ പ്രതീക്ഷ യഥാർത്ഥത്തിൽ UDFും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് KK ശൈലജ ടീച്ചറാണ്. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ഷാഫി പറമ്പിലുമാണ്. ഇരുവരും 2 ജനകീയരായ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന
കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. പ്രഫുൽ കൃഷ്ണയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. വടകരയിൽ റിപ്പോർട്ടർ പറയുന്ന സർവേ അനുസരിച്ച് UDF ലഭിക്കുന്നത് 44.3%, LDF ലഭിക്കുന്നത് 45.2%, BJPയെ സംബന്ധിച്ചിടത്തോളം 10.5%, റിപ്പോർട്ടർ പറഞ്ഞു വെക്കുന്നത്. അതായത് വടകരയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ പറയുന്ന കണക്കനുസരിച്ച് 45.2% ഭൂരിപക്ഷം നേടിക്കൊണ്ട് യഥാർത്ഥത്തിൽ LDF അവിടെ മുന്നേറുമെന്ന് പറയുകയാണ്. എന്നാൽ തൊട്ടുപുറകെ തന്നെ ഷാഫി പറമ്പിലുമുണ്ട്. 44.3% ഷാഫി പറമ്പിലെ സംബന്ധിച്ചിടത്തോളം നേടാനാവുക. എന്നാൽ അതേ സാഹചര്യത്തിൽ മനോരമയുടെ സർവേ പരിശോധിക്കുകയാണെങ്കിൽ വടകരയെ സംബന്ധിച്ചിടത്തോളം ഇനി സ്ഥാനാർത്ഥികൾ സ്വന്തമാക്കുന്ന വോട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ 42.5% വോട്ടുകൾ നേടി ഷാഫി പറമ്പിലും, ശൈലജ ടീച്ചർ 42.5% വോട്ടുകൾ, NDAയെ സംബന്ധിച്ചിടത്തോളം 13.68 എന്ന നിലയിലേക്കാണ് NDA വരുന്നത്. അതായത് ഷാഫി പറമ്പിലാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് 42.5% വോട്ടുകൾ നേടി ഇരുവരും ആരാണ് വിജയെന്ന് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കാത്ത തലത്തിലേക്ക് ഇരുവരും ഒരേ നിലയിൽ തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മനോരമ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ 24 സർവേയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ അവിടെ LDF തന്നെയാണ് മുൻതൂക്കം എന്നാണ് 24 സർവേയും പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ സർവേകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് LDF സംബന്ധിച്ചിടത്തോളം LDF ഒരു വിജയ പ്രതീക്ഷ ഏറെയാണ് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ UDF വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളം വോട്ടിൽ വലിയൊരു വർധനവുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ മനോരമയെ സംബന്ധിച്ചിടത്തോളം മനോരമ നടത്തിയ സർവേയിലെല്ലാം തന്നെ ഒരു UDF ഏറെ മുൻഗണന ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. UDF മുൻഗണന ലഭിക്കുന്ന മനോരമ പറയുന്ന മണ്ഡലങ്ങൾ ഈ പറഞ്ഞ പ്രകാരമാണ്. സ്വാഭാവികമായും വടകരയിൽ UDF LDF ഒരുപോലെ തന്നെ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്വന്തമാക്കുന്നത് 42ഓളം വോട്ടുകൾ, അല്ലെങ്കിൽ 42.18% KC വേണുഗോപാലിന് വിജയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ AM ആരിഫിനാണെങ്കിൽ 37.68 വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർവേകളും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് നില എന്ന് പറയുന്നത് 18% എന്ന്. 3 സർവേകളും ഒരേപോലെ പറയുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം 18 എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു നമ്പർ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അതേ സാഹചര്യത്തിൽ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പൊന്നാനി, മലപ്പുറം, ചാലക്കുടി തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഇവിടെയെല്ലാം തന്നെ UDF ഏറെ മുന്നേറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ പൊന്നാനിയിലാണെങ്കിൽ 51% വോട്ടുകൾ നേടാൻ UDF സാധിക്കുമെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അബ്ദുൾ സമദ് സമദാനിയാണ് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥിയായി വരുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ CPM ഏറെ പ്രതീക്ഷയോടെ കളത്തിലിറക്കിയ ഒരു വ്യക്തിയാണ് ഹംസ എന്ന് പറയുന്നത്. ഹംസ 36.19% ചുരുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം 10.23% വോട്ടുകൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇനി കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം MK രാഘവൻ തന്നെയാണ് ഇക്കുറി മുന്നോട്ട് വരുന്നത്. MK രാഘവനെ സംബന്ധിച്ചിടത്തോളം 43.22% വോട്ടുകൾ നേടാൻ സാധിക്കുന്നുണ്ട്. എളമരം കരീമിന് 38.09% മാത്രമാണ്. അതായത് ഇക്കുറിയും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം MK രാഘവൻ തന്നെ വിജയിച്ചു വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പത്തനംതിട്ടയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും കൊല്ലമാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും കാസർഗോഡാണെങ്കിലും എല്ലാം തന്നെ മനോരമ പറഞ്ഞു വെക്കുന്നത് വിജയി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥി തന്നെയാണ് എന്നുള്ളൊരു പ്രവചനത്തിലേക്കാണ് മനോരമയുടെ സർവേ എത്തി നിൽക്കുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ ആറ്റിങ്ങലിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ആറ്റിങ്ങലിൽ LDF ആണോ UDF മുന്നേറ്റമെന്ന് കൃത്യമായി തന്നെ പ്രവചിക്കാൻ മനോരമയ്ക്ക് സാധിക്കുന്നില്ല. ഇരുവരും 35% തന്നെ നിൽക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരാണ് വിജയെന്ന് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വയനാട്ടിൽ സ്വാഭാവികമായും 62.5% വോട്ടുകൾ നേടിക്കൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കും എന്നുള്ള സർവേ കൂടി പുറത്തു വരുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും തർക്കമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ്. അത് ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേ ആണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ സർവേ ആണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു പക്ഷേ അല്പം ഇടിവതിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ്. അതേ സാഹചര്യത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുന്നത് ആനിരാജയാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആനിരാജയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായ ഒരു 10നും 15നും ഇടയിലേക്കാണ് BJPയുടെ വോട്ട് നില എന്ന് പറയുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് K സുരേന്ദ്രനും ആനിരാജയും മത്സരിക്കുന്നത് എന്ന് പറയുന്ന വലിയ വാദങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും സർവേ ഫലങ്ങളെല്ലാം തന്നെ പറഞ്ഞു വയ്ക്കുന്നത് രണ്ടാം സ്ഥാനത്ത് LDF തന്നെയാണ്, CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനിരാജ തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് അല്പം ഇടിവ് വോട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64% നേടിയെടുത്ത് ഇത്തവണ 62ലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ചിലയിടത്തെല്ലാം തന്നെ മാവേലിക്കര പോലുള്ള
ചില മണ്ഡലങ്ങളിലെല്ലാം തന്നെ LDFിനും സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് മറ്റ് സർവേകളെല്ലാം തന്നെ പുറത്തുവിടുന്നത്. അതായത് കൃത്യമായി എല്ലാ വിവരങ്ങളും പരിശോധിക്കുന്ന സാഹചര്യത്തിൽ സർവേ ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത് ഇത്തവണ ഒരു 2019 ഒരു തരംഗമൊന്നും ഉണ്ടാകാൻ UDF തരംഗം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും UDFന് ഏറെ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു തലത്തിലേക്ക് തന്നെയാണ് സർവേകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എല്ലാ സർവേകളും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ടെന്ന് കാണാൻ സാധിക്കും. റിപ്പോർട്ടറിൻ്റെ സർവേ ആണെങ്കിലും 24ൻ്റെ സർവേ ആണെങ്കിലും ഒരർത്ഥത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറഞ്ഞെടുത്ത് മറ്റൊരു സർവേ പറഞ്ഞത് UDFന് വിജയമാ എന്നാണ്. അത്തരത്തിൽ വലിയ അന്തരങ്ങൾ സർവേകൾ തമ്മിലുള്ളതായി കാണാൻ സാധിക്കും. അതേ സാഹചര്യത്തിൽ ദേശീയ മാധ്യമങ്ങൾ പോലും പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് വിജയമെന്നും ദേശീയ മാധ്യമങ്ങളുടെ സർവേയിൽ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ V മുരളീധരന് വിജയ സാധ്യത എന്ന് പറയുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനും വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏത് സർവേയാണ് വിശ്വസിക്കുക എന്ന് പറയാനായിട്ട് കൃത്യമായി തന്നെ പറയാനായിട്ട് സാധിക്കുകയില്ല. എല്ലാ സർവേകളും തമ്മിൽ വലിയ അന്തരം തന്നെയുണ്ട്. എന്നാൽ അതേ സാഹചര്യത്തിൽ എല്ലാ സർവേകളും കൃത്യമായി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. LDFിനെ സംബന്ധിച്ചിടത്തോളം 2019 നിന്നും 2024 എത്തുമ്പോൾ വലിയൊരു മുന്നേറ്റം തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു 7-8 എന്നുള്ള നിലയിലേക്കെല്ലാം തന്നെ LDFിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതേ സാഹചര്യത്തിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം 2019 വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ വലിയ ഒരു ഇടിവ് യഥാർത്ഥത്തിലുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും അത്ര കണ്ട് തന്നെ താഴെ പോകുന്ന ഒരു സാഹചര്യവും UDFിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെയാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം NDAയ്ക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. പക്ഷേ വിജയ പ്രതീക്ഷയൊന്നും തന്നെയില്ല. മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വോട്ട് നിലയെല്ലാം തന്നെ അല്ലെങ്കിൽ ആ ശതമാനമെല്ലാം തന്നെ കൂടുതൽ ഉണ്ടാകുന്നുണ്ട് എന്ന് റിപ്പീറ്റ്. എന്നാൽ അതേസമയം തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളം വോട്ട് നിലയിലെല്ലാം തന്നെ വലിയ സാരമായ മാറ്റമുണ്ട്, പുരോഗതിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ വിജയ സാധ്യത എന്ന് പറയുന്നത് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതേ സാഹചര്യത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം പ്രതീക്ഷ യഥാർത്ഥത്തിൽ 3 മുന്നണികൾക്കും നൽകുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്.